ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി വേൾഡ്. എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു മസാല പാസ്തയുടെ വീഡിയോ ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അത് നമുക്കെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പാസ്തയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നന്നായിട്ട് തിളച്ച് വന്നിട്ടുള്ള വെള്ളത്തിലേക്ക് ഒരു അര സ്പൂണ് ഉപ്പും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് നന്നായിട്ട് വെന്ത് കിട്ടുക. നമ്മൾ ഇതിനകത്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് പരസ്പരം തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പാസ്ത ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാസ്തയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മളൊരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവോളയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ പാസ്ത കുക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു അരിപ്പയിൽ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് വാരി വെക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ വെക്കുമ്പോൾ കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ സവോളയൊക്കെ ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്കിനി ഒരു തക്കാളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയും ചേർത്തിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇനി ഒരു ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അപ്പം ചെറിയ ക്യാപ്സിക്കം ഒക്കെ ആണെങ്കിൽ ഒന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി വലുതാണെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പകുതി ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. നമ്മളൊരു 2 മിനിറ്റോളം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും നമ്മുടെ ക്യാപ്സിക്കവും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാപ്സിക്കവും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് ഗരം മസാല, 1/2 സ്പൂണ് മല്ലിപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളെല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളുടെ എല്ലാം പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം അധികം ആകാൻ പാടില്ല, അത്രയും തന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാസ്ത കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിന് മസാലയ്ക്ക് വേണ്ടുന്ന ഉപ്പ് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി അതിലേക്ക് ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു 4 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സോസും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാസ്തയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം.
അതിനുശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടൊക്കെ നമുക്കിത് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. അങ്ങനെ നമ്മുടെ പാസ്ത റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മസാല പാസ്തയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റിന് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ചെയ്ത് കൊടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.